ഓൾ ഇന്ത്യ ട്രിപ്പ് ഡേ 9 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒറീസയിലാണ്. ഒറീസ അല്ലെങ്കിൽ ഒഡീസ. അപ്പോൾ ഇവിടുന്ന് നമുക്കിത് മസാല ദോശയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിട്ടുണ്ട്. പുറത്തുനിന്ന് തന്നെ നല്ല തട്ടുകട സ്റ്റൈൽ അടിപൊളി മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്തുകാർ അത്രയും വരുമോയെന്ന് അറിയില്ല. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് ചൂടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉഴുന്നുവടിയുണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക ബോണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പലവിധം എങ്ങനെ ടേസ്റ്റ് ഒന്നും അറിയില്ല. ഏതായാലും ഞങ്ങൾ 2 മസാല ദോശ, ഒരു ഗീ റോസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പല ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനിടയിൽ നമ്മൾ മസാല ദോശ കിട്ടിയപ്പോൾ നല്ല അടിപൊളി റീല് കൂടി എടുത്തിട്ടാ. സാമ്പാർ ചട്നി ചട്നി ദോശ ഇഡ്ലി സാമ്പാർ ചട്നി ചട്നി रोटी वड़ा पाव परोटा चपाती चपाती रोटी वड़ा पाव परोटा चपाती. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കൊനാർക്ക് ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ നല്ല അടിപൊളി വ്യൂ കേട്ടോ. റോഡിൻ്റെ സൈഡിൽ നല്ല മഞ്ഞപ്പൂവൊക്കെ ആയിട്ട് റോഡിൻ്റെ 2 സൈഡിലും മഞ്ഞപ്പൂ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി നിർത്തി അവിടുന്നും കുറച്ച് റീലൊക്കെ എടുത്തു, പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി റോഡ്. നല്ല മഞ്ഞ കളറിൽ ഫോട്ടോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഒരുവിധം കുറേ ആൾക്കാർ അവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതിലൂടെ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ അപ്പുറവും ഇപ്പുറവും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നല്ല രസമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് കൊണാർക്ക് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൊണാർക്ക്. സൂര്യദേവൻ ആരാധനാമൂർത്തിയായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒറീസ സംസ്ഥാനത്തിലെ പുരി ജില്ലയിലാണ്. ക്രിസ്തുവിന് ശേഷം 1236-നും 1264-നും ഇടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗംഗേയ രാജാവാണ് ഇത് പണികഴിപ്പിച്ചത്. ലോകത്തിലെ മതവാസ്തുവിദ്യയുടെ അതിശയകരമായ സ്മാരകങ്ങളിൽ ഒന്നാണ് ഈ സൂര്യക്ഷേത്രം. ഈ ക്ഷേത്രം മുഴുവൻ ഒരു വലിയ രഥത്തിൻ്റെ ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 7 കുതിരകളും 22 ചക്രങ്ങളും സൂര്യദേവനെ ആകാശത്തിനു കുറുകെ വഹിക്കുന്നു. വേദകാലം മുതൽ സൂര്യഭഗവാൻ ഇന്ത്യയിൽ ആരാധിക്കപ്പെടുന്ന പ്രധാന ദേവനാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഈ ക്ഷേത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയത്തെല്ലാം നട്ടുവെച്ച് നല്ല പൊഴിയുന്ന വെയിലും ചൂടൊക്കെയാണ്. അപ്പോൾ നമ്മളിത് സൂര്യക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മളെ വന്ന വഴിയില്ലേ നല്ല മഞ്ഞപ്പൂള്ള നല്ല അടിപൊളി റോഡിൻ്റെ കൂടെ അതേ റോഡിലൂടെ തിരിച്ചു പോവാണ്. അപ്പോൾ നല്ല വ്യൂ കിട്ടിയിട്ട്, കാരണം ഒരുപാട് വണ്ടികളൊന്നും ഇപ്പോൾ ഇല്ല. നേരത്തെ നല്ല വണ്ടികളായിരുന്നു, കാരണം എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ തന്നെ ഇനി ചിൽക്ക തടാകമുണ്ട്. പൂരി തന്നെയുള്ള ഗുർദ, ഗജാം എന്ന ഈ 2 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ തടാകം വലിപ്പത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ 2ാമത്തേതുമായ ലഗൂണാണ് ഈ തടാകം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി, കാരണം നല്ലപോലെ വിശക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്നും ഒരു കുറവില്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് നല്ല അടിപൊളി കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളിതാ നമ്മുടെ 9ാമത്തെ ദിവസത്തിൻ്റെ യാത്ര ഇവിടെ തുടരുകയാണ്. ഇനി 10ാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇനി എത്രാമത്തെ ദിവസം നാട്ടിലെത്തുമെന്ന് അറിയില്ല. അതുവരെയുള്ള വിശേഷങ്ങൾ കാണാൻ മറക്കാൻ പാടില്ല. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കാൻ പാടില്ല കേട്ടോ. കൂടുതൽ ഞങ്ങളെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.